ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂലൈ 5 ഞായർ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14 അധ്യായം 15 മുതൽ 20 വരെയും 25ഉം 26ഉം തിരുവചനങ്ങൾ. വിശുദ്ധ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷം. ഇങ്ങനെ ആത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഈശോ നിന്നോട് സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് പരിശോധിക്കുവാനായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ പറയുന്ന 3 വചനങ്ങളെ നിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 15-ാമത്തെ വചനം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. 21-ാമത്തെ വചനം, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. 23-ാമത്തെ വചനം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. നോക്കിക്കേ, ഈശോയോടുള്ള സ്നേഹത്തെ ഈശോ താരതമ്യപ്പെടുത്തുന്നത് ഈശോയുടെ വചനത്തിന് നീ കൊടുക്കുന്ന വിലയെക്കുറിച്ചാണ്. എങ്ങനെയാ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കുക? നിന്റെ അപ്പനെ അല്ലെങ്കിൽ നിന്റെ അമ്മയെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഗുരുഭൂതരെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യങ്ങൾക്ക് നീ വില കൊടുക്കും. അങ്ങനെയല്ലേ സ്നേഹം പൂർത്തീകരിക്കപ്പെടുക? അതേ ഭാഷയിൽ തന്നെ നിന്റെ ഈശോ ഇന്ന് നിന്നോട് സംസാരിക്കുക. നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ അവൻ്റെ വചനങ്ങൾക്ക് വില കൊടുക്കണം. ഒന്ന്, ജീവിതത്തെ വിലയിരുത്തുക. ക്രിസ്തുവിൻ്റെ വചനത്തെ നീ പറയുന്നില്ലേ? ക്രിസ്തുവിൻ്റെ വചനത്തെ നീ സ്നേഹിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ വചനം നീ പഠിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ വചനത്തിന് നീ നിന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന വില എന്താണ്? വചനം ശരിക്കും നിന്റെ ജീവിതത്തിൽ മാംസം ധരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് പ്രഖ്യാപിക്കാം, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ തെല്ല് നെഞ്ചിടുപ്പോടെയാണെങ്കിലും നീ കണ്ടെത്തണം, ക്രിസ്തുവിനെ ഇനിയും നിനക്ക് സ്നേഹിക്കാനായിട്ടുണ്ട്. സുഹൃത്തെ, നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്റെ വചനങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് നിന്നെ സ്നേഹിക്കുവാനായിട്ട് എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.